ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. സമസ്ത 100ാം വാർഷിക സമ്മേളന പ്രവർത്തനങ്ങളിൽ നിന്നും പാണക്കാട് സാദിഖ് അലി തങ്ങളടക്കം വിട്ടുനിൽക്കാൻ ധാരണ. ഒരു വിഭാഗം നേതാക്കൾ വിഭാഗീയ പ്രവർത്തനം തുടരുന്നുവെന്ന് സമസ്തയിലെ ലീഗ് അനുകൂലികൾ. കോർഡിനേഷൻ സമിതി അറിയാതെ സമ്മേളന പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നാണ് പരാതി ഉയരുന്നത്. നേരത്തെ തന്നെ ഉണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങൾ അത് സമസ്ത 100ാം വാർഷിക സമ്മേളന പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമ്പോൾ ആ പരിപാടികളിൽ നിന്നും പാണക്കാട് സാദിഖ് അലി തങ്ങളടക്കം വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു വിഭാഗം നേതാക്കൾ വിഭാഗീയ പ്രവർത്തനം തുടരുന്നുവെന്ന് സമസ്തയിലെ ലീഗ് അനുകൂലികൾ പറയുന്നു. കോർഡിനേഷൻ സമിതി അറിയാതെ സമ്മേളന പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നാണ് പരാതി. ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. ഇംതിയാസ്, നേരത്തെ ഉള്ള അസ്വാരസ്യങ്ങൾ അത് കെട്ടടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ എന്താണ് ഇപ്പോൾ സമസ്തയിലെ ലീഗ് അനുകൂലികൾക്കടക്കം വിയോജിപ്പും തങ്ങളുൾപ്പെടെ പിന്മാറി നിൽക്കാനുള്ള കാരണം എന്താണ്? പ്രതീഷ്, ഈ സമസ്ത 100ാം വാർഷിക സമ്മേളനം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി യോഗങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. എന്നാൽ ഈ പ്രവർത്തനങ്ങളൊക്കെ സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗം കൈയടക്കിയിരിക്കുന്നു, അവർ മാത്രം കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതായിരുന്നു ലീഗ് അനുകൂലികൾ ഉയർത്തിയിരുന്ന പരാതി. എന്നാൽ ഇതിൽ ഒരു പരിഹാരം കാണണം എന്നൊരു കാര്യം മുന്നോട്ട് വന്നപ്പോൾ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളും ഒക്കെ ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ട് തങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ട് യോഗം ചേരുകയും ഇനി വിഭാഗീയ പ്രവർത്തനം വേണ്ട, ഇനി വിഭാഗീയ പ്രവർത്തനം ഉണ്ടാവില്ല എന്ന രീതിയിൽ തീരുമാനം വരികയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴും ഇതിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒരു വിഭാഗം മാത്രം ഇതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതിന്റെ കോർഡിനേഷൻ കമ്മിറ്റി ആയിട്ടുള്ള മൈൻ ഹാജി ഉൾപ്പെടുന്ന ഈ കോർഡിനേഷൻ കമ്മിറ്റി ഈ വക കാര്യങ്ങളൊന്നും അറിയുന്നില്ല എന്നാണ് ലീഗ് അനുകൂലികൾ ഇപ്പോൾ ഉയർത്തുന്ന പരാതി. ഇതുമായി ബന്ധപ്പെട്ട് ലീഗ് അനുകൂലികളായിട്ടുള്ള ആളുകൾ യോഗം ചേരുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ പോകുന്നില്ല എന്നൊരു ധാരണയിലേക്ക് എത്തി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതിൽ പാണക്കാട് സാദിഖ് അലി തങ്ങൾ അടക്കമുള്ളവർ വിട്ടുനിൽക്കും എന്നുകൂടെയാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് കുറെ ഫണ്ട് ശേഖരിച്ചിരുന്നു, കോടികളുടെ ഫണ്ട് ശേഖരിച്ചിരുന്നു. ഈ ഫണ്ട് മാറ്റി, അതായത് ഈ ഫണ്ട് നൽകിയത്, ഇതിന്റെ സമർപ്പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചില്ല, പങ്കെടുപ്പിച്ചില്ല എന്നൊക്കെയാണ് പരാതി. എന്തായാലും സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇതിൽ നിന്ന് വിട്ടുനിന്നു കഴിഞ്ഞാൽ, ഈ യോഗത്തിൽ നിന്ന് പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്നു കഴിഞ്ഞാൽ ഇത് കൂടുതൽ വിഭാഗീയ പ്രവർത്തനങ്ങളിലേക്കും മറ്റും പോകും എന്നതാണ് കാര്യം. അതുമായി ബന്ധപ്പെട്ട് വീണ്ടും വിഭാഗീയ പ്രവർത്തനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തെയും അത് പ്രതികൂലമായി ബാധിക്കും. ഇത് ഏകീകരിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങളാണ് ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രജീഷ്, ശരി, ഇംതിയാസാണ് വിവരങ്ങൾ നൽകിയത്. ഈ ഡിലീറ്റ് ആക്കലൊന്നും നടക്കൂല മന. ഇതൊക്കെ നമ്മൾ നിങ്ങളെ പാഠം പഠിപ്പിച്ചിട്ട് തന്നെ പോവുള്ളൂ. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ ഈ മമ്മൂന്റെ നരച്ച താടിയും പിന്നെ ജബ്ബാറിന്റെ ഷെജറകളിയൊക്കെ നമ്മൾ പഠിപ്പിച്ചു. നിങ്ങളൊക്കെ മദ്രസിൽ എവിടെ പോയാലും എവിടെ എത്തും നമുക്കറിയാം. അതൊക്കെ ഞങ്ങൾ പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ കണ്ടുപഠിച്ചോളി. നിങ്ങളൊക്കെ നഴ്സറിയൊക്കെ കാണിച്ചിടാ, അങ്ങോട്ട് വരി. നിങ്ങളെ നഴ്സറിയൊക്കെ നമ്മളെ പൈസ കൊണ്ട് നഴ്സറി നടത്തിയാഞ്ഞി നിങ്ങൾ ഇവിടെ ഷെജറ ഉണ്ടാക്കല്ലേ. നമ്മളെ ഷെജർ ഉസ്താദ് വരെ ഷെജറ കളിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ ഷെജറകളൊക്കെ മൂത്താപ്പമാരെ നിങ്ങളൊക്കെ പാഠം പഠിപ്പിച്ചില്ലെങ്കിലേ ഞങ്ങൾ ആൺകുട്ടികളെ നിൽക്കൂല. നമ്മൾ ഇത്രയും കാലം ഉണ്ടാകുന്നത് എന്താ അറിയോ, നാട്ടിലൊരു പ്രശ്നം വേണ്ടാന്ന്. ജബ്ബാറും പിന്നെ ടി കെ കരീമൊക്കെ എന്താ പറഞ്ഞ്, കുട്ടൻ എന്താ പറഞ്ഞത്, നസീമക്ക് ഞാൻ വോട്ട് ചെയ്യും, ജബ്ബാറാജിക്ക് വോട്ട് ചെയ്യൂല എന്ന് പറഞ്ഞ് ഓരൊക്കെ ആർക്കാ വോട്ട് ചെയ്തത്? നിങ്ങളൊക്കെ ഓരോരുത്തരുടെ വോട്ടും ആർക്ക് ചെയ്ത് എന്ത് ചെയ്തെന്ന് ജബ്ബാറിനൊക്കെ നമ്മൾ പഠിപ്പിച്ചില്ല മദ്രസിന്റെ കമ്മിറ്റിയില്. നാളെ രാവിലെ മദ്രസിന്റെ കോണിന്റെ തൊടുന്ന് മാറ്റിയില്ലെങ്കിൽ നിങ്ങളെ ഷെജറകളൊക്കെ പഠിച്ച പണി ഞാൻ പഠിപ്പിക്കും. നാളെ രാവിലെ മദ്രസിന്റെ കോണിന്റെ തൊടുന്ന് മാറ്റിയില്ലെങ്കിൽ OSF ഒരു കുട്ടി പറയണ്ട, ഞാനത് പാഠം പഠിപ്പിച്ചു. നാളെ 1985 നടന്ന സമസ്ത 60ാം വാർഷിക മഹാസമ്മേളനത്തിൽ തിരൂരങ്ങാടി ബാപ്പു ഉസ്താദ് രചിച്ച സ്വാഗതഗാനം മലയാളത്തിൽ. രചന മുസ്തഫ തിരൂരങ്ങാടി. ആലാപനം ഷക്കീൽ ചെറുമുക്ക്. സ്റ്റുഡിയോ സൗണ്ടെക്സ് മമ്പുറം. لم نر منظرا أسنى قط كهذا اليوم حمدا لله
المنان على هذا الإنعام ആനന്ദത്തിൻ്റെ ലയൊലി കേട്ട് ആശ്ചര്യത്താൽ ആകെ ഞെട്ടി ആഹ്ലാദ സുദിനം ആസ്വദിക്കാൻ എന്തൊരു മാട്ട് റബ്ബുൽ ആലമീന് ശുക്രത് ചൊല്ലി ജനക്കൂട്ടം ഹാദാ ഫദ്ലു മിൻ അസ്സ വജല്ല നിഅമൽ ഇസ്സു ഫദറുക ലില്ലാ സാദ ബിഇസ്സിക യാ മഹ്ഫലു ഇസ്സുൽ ഇസ്ലാമി ഹത്താ ارتعد جميع عداه وزلزل كل طغامي സമദായ റബ്ബ് കരുണ ചൊരിഞ്ഞു സമുദായത്തിന് പ്രഭ തെളിഞ്ഞു സംഘം ചേരല് ദീനിന് ഇസ്സത്തേറെ നിറഞ്ഞു ഇന്ന് അഹങ്കാരികൾ അറബി കടലിൽ കിടന്നു പിടഞ്ഞു ഹബ്ബദ ഹബ്ബദ യാ മഹ്ഫലുഹൽ ഈദുൻ അക്ബർ ആദന അംബൽ ഈദു സമസ്ത കേരള ജംഇയ്യത്തിൽ ഉലമാ അഹ്ലുൽ ഹഖ് സബീലുഹും ലസബീലു ഹുദൻ വസലാമി പാവന ദീനിൻ സുദിനം എത്തി പതിയിലാകെ പൂത്തിരി കത്തി പുണ്യ സമസ്ത പനിനീർപ്പൂവിൻ പരിമളം പാരത്തി ജനം സത്യപതാക പിടിച്ചു ഹിദായത്തിൻ പാതയിലെത്തി അഅ്ലിം ബിജംഇയ്യത്തിൽ العلماء لولاها لظللنا إذما هيج أنواعا من فتن كالأمواج قوم مرقوا من دين الإسلام مروق سهامي സമസ്ത അന്ന് വാതിൽ തുറന്നു സർവാദരണീയർ മുന്നിൽ നിന്നു സാത്താൻ ഫിത്ന ഫസാദിൻ കോട്ട ആകെ തകർന്നു പിശാച് വിരിച്ച പച്ച പരവതാനി അർളിൽ അമർന്നു സാദ ഉലാകരി ആസത്തു ബഹരിൽ ഇൽമി محقق هذا العصر قدوة أهل الدين رئيس ذوي التحقيق سمي خير عباد الله وأولى بالإكرام ഉത്തമ ദീനിന്നൊത്തൊരു സുൽത്താൻ ഉന്നത റഈസുൽ മുഹഖീഖീൻ ഉശിരുള്ള സദസ്സിന് മഹാമഹിമ നിറഞ്ഞു നിന്നു അവര് അഷ്റഫുൽ ഖൽഖിൻ നാമം മൊത്ത മഹാമനീഷി സിദ്ക ബഹാഅൻ സിദ്ത ജമാലൻ നിൽത ذرى عز وجلالا إذ قد زين طلعتك افتتاح معالي شيخ شمس العلماء الحرب لكل ألد خصامي ما شاء الله ينظر ചന്തം മാനവ മനതിൽ മിന്നും വസന്തം മാന്യത നിറഞ്ഞ ഉദ്ഘാടകന ജഗത്തിന് കാന്തി ദീനിന് ശത്രുക്കൾക്ക് ശംസുൽ ഉലമ എന്നും ശാന്തി നർജു മിൻകും യാ സാദതന നസ്അലു മിൻകും യാ ഖാദതന ബറകാതകും വദുആകും ദാക അഹമ്മു മറാമി نحمدك اللهم وصل عليه صلاة دوامي സമ്മേളനത്തിൻ്റെ കാമ്പ് സർവർക്കും
ഇന്ന് ഏറെ ഇമ്പം ശൈഖുന ഖമറുൽ ഉലമ എന്നും ഹുബ്ബതുവമ്പിൽ നിറഞ്ഞ ആബുൽ ഫളിൻ ദരജ ഉയർത്തണേ യാ റഹ്മാനേ വഹല്ലക മിൻ ഇസിൻ ളഹറ മാലി ഹവാതിഫി ബുശ്റാ തത്റ ജന്നറ മൻളറൻ അസ്നാ ഖത്തു ഹാദൽ യൗമി ഹംദൻ ലില്ലാഹിൽ മന്നാനി അലാ ഹാദൽ ഇൻആമി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.